വീണ്ടും വയനാട്ടുകാർ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടി വരും അല്ലേ? താമസിയാതെ തന്നെ. എന്തായിരിക്കും വയനാട്ടുകാരുടെ ജനവികാരം? ഈ വഞ്ചിക്കപ്പെട്ട ഒരു മനസ്സോടുകൂടിയേ ആയിരിക്കില്ലേ അവർ പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുക? അതിലേക്ക് ഉത്തരത്തിലേക്ക് ഞാൻ വരാം. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് നിയാസ്. പക്ഷേ അഡ്വക്കേറ്റ് നിയാസ് ഇവിടെ വസ്തുതകള് അർദ്ധസത്യങ്ങളും അസത്യങ്ങളും കൊണ്ട് വസ്തുതകൾ മൂടുകയാണ്. അതെന്താ പറഞ്ഞത്? BJP മുട്ടുപറയ്ക്കും, BJPക്ക് ഭയമാകും, BJP തകർന്നടിയും, BJPയെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി മാത്രം വേണ്ട, അദ്ദേഹത്തിന്റെ അടുക്കളക്കാരന്മാരി. നിയാസ, നിങ്ങൾ വസ്തുതകൾ മറച്ചു വെക്കുകയാണ്. സ്മൃതി ഇറാനി തോറ്റു ഓടിപ്പിച്ച ആളാണ് രാഹുൽ ഗാന്ധി. ആ വെല്ലുവിളി അദ്ദേഹം അമേഠിയിൽ പോയി ഏറ്റെടുത്തിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഒരിക്കലും ഇതാ സ്മൃതി ഇറാനി തോൽപ്പിച്ചിരിക്കുന്നു എന്നെ. ആ കളം ഞാൻ തിരിച്ചു പിടിക്കും. മാത്രമല്ല, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കോൺഗ്രസിനെ കൈവിടാത്ത അമേഠിയില് വിരുന്നുകാരിയായി വന്ന ആളാണ് സ്മൃതി ഇറാനി. ഞാൻ നിയാസിനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, സ്മൃതി ഇറാനി ഇനിയും തോറ്റോടില്ല. ആകെ എക്കാലഘട്ടത്തിലും കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിയിരുന്ന ആ മണ്ഡലത്തിൽ വന്ന സ്മൃതി ഇറാനി ഒന്നാം ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ഷെയർ കുറച്ചു, അവിടെ നിന്ന് പ്രവർത്തിച്ചു, അവിടെ രാഹുൽ ഗാന്ധിയെ ഓടിപ്പിച്ചു, ഓടിപ്പിച്ചു. അവിടെ തിരിച്ചു പോകാനുള്ള വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തിരുന്നെങ്കിൽ അതൊരു ധൈര്യമുള്ള വെല്ലുവിളിയാണ് അദ്ദേഹം ഏറ്റെടുത്തതെന്നും അദ്ദേഹം ചെയ്തതെന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊന്നെന്നെ അത്ഭുതപ്പെടുത്തിയത് കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറയുന്ന നിയാസിന്റെ കഥകളാണ്. ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്നും ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നും പറഞ്ഞ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പ്രതിപക്ഷത്തെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും പത്രമാധ്യമങ്ങളുടെയും കൂച്ചുവിലങ്ങിട്ട് പത്രമാരണ ബില്ല് കൊണ്ടുവന്ന് വിചാരണ പോലും നടത്താതെ പ്രതിപക്ഷ നേതാവിനെ ജയിലിലിട്ടൊരു പാർട്ടി ഇന്നും തെരഞ്ഞെടുപ്പ് കിട്ടിയപ്പോൾ റബ്ബർ സ്റ്റാമ്പിനെ മാറ്റി പ്രതിപക്ഷ നേതാവ് മകനും മുന്നണി നേതാവ് അമ്മയുമാക്കിയിട്ട് കുടുംബാധിപത്യം, വംശാധിപത്യം എല്ലാ പ്രവർത്തനത്തിലും ഇന്ന് പുലർത്തുന്ന ഒരു പാർട്ടി. ഞാൻ നിയാസോട് ചോദിക്കും, സർ, വംശാധിപത്യവും ജനാധിപത്യവും ഒത്തുപോകുന്നതാണോ? പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു റബ്ബർ സ്റ്റാമ്പിനെ വെച്ച് ദുർഘടഘട്ടത്തിൽ ഒരിക്കൽ പോലും പാർട്ടി നേതൃത്വം ഏറ്റെടുക്കാൻ ചങ്കൂറ്റം കാണിക്കാത്ത താൻ പാർട്ടി നേതൃത്വം ഏറ്റെടുത്തപ്പോഴൊക്കെ പാർട്ടി ദയനീയമായി പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തെ കണ്ട് BJP ഉറയ്ക്കുമെന്ന് പറയുന്നു. ഞാൻ തിരിച്ചും ചിലത് അങ്ങോട്ട് ചോദിക്കട്ടെ. കേരളത്തിൽ 19 പാർലമെന്റ് സീറ്റിൽ നിങ്ങൾ ജയിച്ചിരുന്നു. ഇപ്പോൾ അത് 18ആയി ചുരുങ്ങിയോ? വോട്ട് ഷെയറിൽ 6 ലക്ഷത്തോളം വോട്ടുകൾ കുറഞ്ഞോ? ഒരു പരാജയം നടന്നപ്പോൾ കോൺഗ്രസ് BJP മുട്ടുപറയ്ക്കുമെന്ന് പറയുമ്പോ BJP മത്സരിച്ച തൃശ്ശൂരില് അടികൊണ്ട് ഓടുന്ന കോൺഗ്രസുകാർ പരസ്പരം തലതല്ലി കീറുന്നതും കേരളം കാണുകയും തൃശൂർ DCC പ്രസിഡന്റിനെയും നിങ്ങളുടെ മുന്നണിയുടെ നേതാവിനെയും നിർബന്ധിതമായിട്ട് പറഞ്ഞു വിടുകയും ചെയ്യുമ്പോൾ ഇന്നും അതിന്റെ അലയൊലികൾ അടങ്ങിയിട്ടുണ്ടോ സാർ അവിടെ? പിന്നീട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരിടത്തെ മത്സരിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. സാർ, ചോദിച്ചിരുന്നു ഞങ്ങൾ. നിയാസോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, BJPയുടെ തെരഞ്ഞെടുപ്പ് ചുമതല വയനാട് ജില്ലയിൽ എനിക്കായിരുന്നു. അവിടെ 4 റാലികളാണ് നമ്മൾ നടത്തിയത്. ആദ്യ റാലി അല്പം നേരത്തെയായിരുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും അവസാനത്തെയും മാനന്തവാടി, ബത്തേരി, ഇങ്ങ് താഴെ വണ്ടൂര്, ഈ 4 റാലിയിൽ വെച്ച് പരസ്യമായി നാഷണൽ മാധ്യമങ്ങളെ നിർത്തിയിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഉദ്ദേശമുണ്ടോ? വഡോദരയും വാരണാസിയും മത്സരിക്കുമ്പോൾ അറിയാം ഇദ്ദേഹം 2 മത്സരിക്കും. വയനാട്ടിൽ ഈ ചോദ്യം സ്ഥാനാർത്ഥി ചോദിച്ചു, ഇലക്ഷൻ കമ്മീഷൻ ചുമതലയുള്ളവർ ചോദിച്ചു, രാഹുൽ ഗാന്ധി വയനാട് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുമോ? ഇത് ചോദിക്കാനുള്ള കാരണം ആ റായ്ബറേലിയും അമേഠിയും ഒഴികെ ബാക്കിയുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഈ 2 പ്രഖ്യാപിക്കാൻ കാലതാമസം നേരിട്ടതിന്റെ കാര്യങ്ങളാണ്. രണ്ടാമതെന്നെ അത്ഭുതപ്പെടുത്തുന്നത് വർഗീയതയും ജനാധിപത്യവും ഒക്കെ ഉള്ള പാർട്ടി ഇല്ലാത്ത ജനാധിപത്യമുള്ള പാർട്ടിയാണ് നിങ്ങളെന്ന്. കോഴിക്കോട് ജില്ലയിലെ വടകരക്കാരെ സാക്ഷി നിർത്തിയിട്ട് ഇത് പറയാൻ സാധിക്കുമോ നിയാസ്? എന്തിനേറെ രമയുടെ പാർട്ടി നേതാവിനെ അശ്ലീലം പറഞ്ഞതിന് തള്ളിപ്പറയേണ്ടി വന്നിട്ടില്ലേ നിങ്ങൾക്ക്? ഏറ്റവും കൂടുതൽ വർഗീയത BJP ആണോ ഇവിടെ നടത്തിയത്? ഏറ്റവും കൂടുതൽ വർഗീയ പ്രചരണം നടത്തിയത് കേരളത്തില് വടകരയിൽ നിങ്ങളല്ലേ? ഇന്ത്യ രാജ്യം മുഴുവൻ ആ പ്രവർത്തനം നേതൃത്വം കൊടുത്തു. മറ്റൊന്നുകൂടി നമ്മൾ പറയണം. നിങ്ങളുടെ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് 10 വർഷം കഴിഞ്ഞ് 3ാമതൊരു തെരഞ്ഞെടുപ്പില് വിജയം കുറിച്ചത് ഭാരതത്തില് നരേന്ദ്രമോദിയാണ്.
ഇപ്പൊ നിങ്ങളെന്തോ BJP മുട്ടുപറയ്ക്കുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സാർ, ഇന്നും ഇന്ത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ന് ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് മാത്രമായിട്ടല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? കേരളത്തിൽ 19-18 ആവുകയും തൃശ്ശൂരിൽ അടിയൊടുങ്ങാതിരിക്കുകയും മറ്റുള്ളവന്റെ അന്നത്തിൽ കല്ലുവാരിയിടുന്ന കരുണാകര പുത്രൻ നേരത്തെ കോഴിയെ പോലെ വന്ന് അതിദയനീയമായിട്ട് തൃശ്ശൂരിൽ പരാജയപ്പെട്ടപ്പോൾ അടി അവസാനിക്കുന്നില്ല.